أعوذ بالله من الشيطان الرجيم. وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واعتصموا بحبل من الله واعتصموا بحبل الله جميعا ولا تفرقوا. واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها. كذلك يبين الله لكم آياته لعلكم تهتدون. ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൂറത്തായ ആലു ഇമ്രാൻ 101 മുതൽ 200 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് മുതൽ നാം ആശയം പഠിക്കാൻ തുടങ്ങുന്നത്. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ 1 മുതലുള്ള ക്ലാസ് ആരംഭിക്കുമ്പോൾ ഈ സൂറത്തിൻ്റെ പ്രത്യേകതകൾ, ഫളീലത്തുകൾ, ശ്രേഷ്ഠതകൾ നാം വിവരിച്ചിരുന്നു. അതോർക്കുക. അന്ന് ക്ലാസ്സിൽ ഇല്ലാത്തവരുടെ ശ്രദ്ധയിലേക്ക് 1-2 സംഗതികൾ കൂടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, ഇഖ്റഉ സഹ്റാവൈനി അൽ ബഖറ വ അൽ ഇംറാൻ. നിങ്ങൾ 2 സഹ്റാവൈനികൾ പാരായണം ചെയ്യുക. ഏതാണ് ഈ സഹ്റാവൈനി? ഒന്ന് സൂറത്തുൽ ബഖറയാണ്, മറ്റൊന്ന് ആലു ഇംറാനാണ്. എന്താണ് സഹ്റാവൈനി? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം. പണ്ഡിതന്മാർ ആ ഹദീസിന്റെ ഷർഹിൽ പറയുന്നു, സഹ്റാവൈനി എന്ന് പറഞ്ഞാൽ അൽ മുനീറത്തൈൻ, ഇരട്ട പ്രകാശങ്ങളാണ്, 2 പ്രകാശങ്ങളാണ്, 2 പ്രകാശഗോളങ്ങളാണ്. എന്തുകൊണ്ട് സൂറത്തുൽ ബഖറക്കും ആലു ഇംറാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹ്റാവൈനി എന്ന് പേരിട്ടു? ലിഅന്നഹുമാ നൂറാൻ, അത് 2 പ്രകാശങ്ങളാകുന്നു. എവിടെയാണ് ഈ പ്രകാശം? എങ്ങനെയാണ് ഈ പ്രകാശം? ലികസ്റത്തി അൻവാരിൻ അഹ്കാമി ശർഅ് വ അസ്മാഉൽ ഹുസ്ന ഫീഹിമാ. പ്രകാശം എന്ന് പേരിടാനുണ്ടായ കാരണം ഈ 2 സൂറത്തുകളിലും ശരീഅത്ത് നിയമങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിന്റെ വിവിധ മേഖലകൾക്ക് ആവശ്യമായ ശരീഅത്ത് നിയമങ്ങൾ നാം എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തമായ മാർഗരേഖകൾ വരച്ച് കാണിച്ച് അതിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നാം പിഴച്ചു പോവുകയില്ല, എവിടെയും പെട്ടുപോവുകയില്ല. നമ്മുടെ ജീവിതം നല്ല പ്രകാശമാനമായ മാർഗത്തിലൂടെ മുന്നോട്ട്
പോകുവാൻ ആവശ്യമായ വ്യക്തമായ ചിട്ടവട്ടങ്ങൾ, നിയമനിർദ്ദേശങ്ങൾ ഈ രണ്ട് സൂറത്തുകളിൽ ഉൾക്കൊള്ളുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹ്റാവൈനി എന്ന് പേര് വെക്കാനുണ്ടായ ഒരു കാരണം. അതുപോലെ തന്നെ വൽ അസ്മാഇൽ ഹുസ്ന ഫീഹിമ, രണ്ട് സൂറത്തുകളിലും അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ അനേകം ഉൾക്കൊള്ളുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കിയ ഒരാൾ ഒരിക്കലും വഴി പിഴക്കുകയില്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹി തിസ്ഉൻ വ തിസ്ഊന ഇസ്മൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 വിശിഷ്ട നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹ ദഖലൽ ജന്ന, ആരെങ്കിലും അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള അസ്മാഉൽ ഹുസ്നകൾ ധാരാളമായി ഈ സൂറത്തുകളിൽ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ അന്ന നൂറ കലാമുല്ലാഹി അശദ് വ അക്സർ ദിയാഅൻ, അള്ളാഹുവിൻ്റെ കലാമാവട്ടെ ഏറ്റവും കൂടുതൽ വെളിച്ചം ലഭിക്കുന്നത് അതിൽ നിന്നാണ്. ജീവിതത്തിന് ആവശ്യമായ വെളിച്ചം, വിജയപാത കാണിക്കുന്നതായ വെളിച്ചം. അതുപോലെ തന്നെ ഈ സൂറത്തുകളിൽ വെറും നിയമനിർദ്ദേശങ്ങൾ മാത്രമല്ല, സതുപദേശങ്ങൾ അത് ഉൾക്കൊള്ളുന്നു. ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്ര സംഭവങ്ങൾ അവ വിവരിക്കുന്നു. അതുപോലെ തന്നെ വലിമാ ഫിഹാ മിൻ ശിഫാഇസ് സുദൂർ, ഹൃദയത്തിൻ്റെ ശമനത്തിന് വേണ്ടി ഹൃദയ ഔഷധവുമാകുന്നു അത്. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ, മനുഷ്യരുടെ മൊത്തത്തിലുള്ള പ്രശ്നങ്ങൾ ടെൻഷനാണ്, പിരിമുറുക്കങ്ങളാണ്, ബേജാറുകളാണ്. എന്നാൽ ഇതിനെല്ലാം ഉള്ള ഷിഫ, ശമന ഔഷധമാകുന്നു ഈ രണ്ട് സൂറത്തുകൾ. ഇത് മാത്രമല്ല വതൻവീറുൽ ഖുലൂബ്, ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുന്നതാണ് ഈ രണ്ട് സൂറത്തുകൾ. അതോടൊപ്പം വതക്സീറുൽ അജ്രി ലിഖിറാഇഹാ, ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക മുഖേന ധാരാളം പ്രതിഫലങ്ങൾ, പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. ലിഖാരിഇഹ, അത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് സൂറത്തുകൾക്ക് പ്രത്യേകമായ നാമം നൽകിയിരിക്കുന്നു. ബയാനൻ ലിഇളമി മൻസിലതിഹിമ, ആ രണ്ട് സൂറത്തുകളുടെയും സ്ഥാനം, അതിൻ്റെ മൻസിലത്ത് ബോധ്യം വരുന്നതിന് വേണ്ടിയാണ്, ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ പേരുകൾ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം വതഅക്കീദൻ ലിഖുസൂസിയതിഹിമ ഫിശ്ശഫാഅതി ലിമൻ ദാവമ അലാ ഖിറാഅതിഹിമ വൽ അമൽ ബിഹാ ഫീമ, അതോടൊപ്പം തന്നെ ഈ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ സൂറത്തുകൾ പാരത്രിക ലോകത്ത് അവർക്ക് ശഫാഅത്ത് ചെയ്യും എന്നതിൻ്റെ തഅക്കീദായി കൊണ്ടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ നാമങ്ങൾ ഈ സൂറത്തുകൾക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചു, ആരെങ്കിലും ഈ സൂറത്ത് ആൽ ഇംറാൻ ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ കതബ ലഹു ഖിയാമു ലൈല, അന്ന് രാത്രി മുഴുവൻ നമസ്കാരത്തിലൂടെ ഹയാത്താക്കിയവന്റെ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ്. അതോടൊപ്പം ഒരു സഹീഹ ഹദീസിൽ വന്നിരിക്കുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അന്തി ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകൻ കൂടിയാണല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആദ്യം നബിയുടെ റുഖിയ റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. അവർ മരണപ്പെട്ടപ്പോൾ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തു. അതുകൊണ്ടാണ് ദുന്നൂറൈൻ, ഇരട്ട പ്രകാശമുള്ളയാൾ എന്ന് അദ്ദേഹത്തിന് പേര് ലഭിച്ചത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തങ്ങിയപ്പോൾ എന്താണ് ഉണ്ടായത്? ഹത്താ ഇദാ കാന നിസ്ഫുൽ ലൈൽ ഔ ഖബ്ലഹു ബിഖലീൽ ഔ ബഅദഹു ബിഖലീൽ, അർദ്ധരാത്രിയിൽ, ഒരു പക്ഷെ അർദ്ധരാത്രിക്ക് കുറച്ച് മുൻപ് അല്ലെങ്കിൽ അർദ്ധരാത്രിക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കത്തിൽ നിന്നുണർന്നെഴുന്നേറ്റു. ഫഖറഅ അൽ ആയാതി മിൻ ആഖിരി സൂറത്തി ആൽ ഇംറാൻ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
സൂറത്ത് ആൽ ഇംറാനിന്റെ അവസാന ആയത്തുകൾ പാരായണം ചെയ്തു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ എന്ന് തുടങ്ങുന്ന അവസാനത്തെ 1.5 പേജോളം വരുന്ന ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അർദ്ധരാത്രിക്ക് ശേഷം ഈ ആയത്തുകൾ പാരായണം ചെയ്യുന്നത് പുണ്യമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താകുന്നു. ഇത്രയും നാം ഈ സൂറത്ത് ആൽ ഇംറാന്റെ ആദ്യത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഫളീലത്ത് വിവരിച്ചപ്പോൾ പറയാതിരുന്ന കാര്യങ്ങളാണ്. അത് നാം ഇവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിത കാലഘട്ടത്തിലാണ് ഈ സൂറത്ത് പൂർണ്ണമായി അവതരിച്ചത്, അഥവാ മദനി സൂറത്തുകളാകുന്നു എന്ന് ചുരുക്കം. ഇനി നമുക്ക് ഈ ആയത്തുകളിലേക്ക് പ്രവേശിക്കാം. അതിൽ 100-ാമത്തെ ആയത്ത് നാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ അഹ്ലി കിതാബിൽ നിന്ന് ഒരു വിഭാഗത്തെ പിൻപറ്റുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ, യർദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളായി കഴിഞ്ഞ ശേഷം നിങ്ങളെ അവർ അവിശ്വാസത്തിലേക്ക്, കുഫ്രിലേക്ക് കൊണ്ടുപോയി കളയും, നിങ്ങൾ അവർ കാഫിറുകളാക്കി കളയും എന്ന് താക്കീത് ചെയ്തു. അതിൻ്റെ തുടർച്ചയാണ് ഇനിയുള്ള ആയത്തുകൾ. വകൈഫ തക്ഫുറൂന വഅൻതും തുത്ലാ അലൈക്കും ആയാത്തുല്ലാഹ്, എങ്ങനെയാണ് നിങ്ങൾ അവിശ്വാസികളാകുക, സത്യനിഷേധികളാകുക? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥം ഓതി കേൾപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. വഫീക്കും റസൂലു, അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്കിടയിൽ ഉയിരോടെയും ഉടലോടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ അഹ്ലി കിതാബിന്റെ തിരുപ്പിൽ പെട്ടുകൊണ്ട് കാഫിറുകളായി തീരുക? വമൻ യഅ്തസിം ബില്ലാഹി ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ആർ അല്ലാഹുവിനെ മുറുകെ പിടിച്ചുവോ, അല്ലാഹുവിന്റെ സന്മാർഗം മുറുകെ പിടിച്ചുവോ, അവർ നേരായ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, ചൊവ്വായ പാതയിലേക്ക് വഴി നടത്തപ്പെടുന്നതാണ്, ഹിദായത്ത് ചെയ്യപ്പെടുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല. ഇവിടെ ഒരു കൽപ്പനയും ഒരു നിരോധനവുമാണ് അല്ലാഹു തആല ഈ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന കുറെ ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ വെള്ളിയാഴ്ച തോറും മിമ്പറുകളിൽ ഖത്തീബ് ഖുത്ബ ആരംഭിക്കുമ്പോൾ തുടക്കം കുറിക്കുന്നത് ഈ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തുകൊണ്ടുള്ള ആയത്തുകൾ മുഖേനയാണ്. ജുമുഅ ഖുത്ബയുടെ അനിവാര്യ ഘടകങ്ങളിൽ നാം നമസ്കാരത്തിന്റെ ഫർദ് എന്നത് പറയുന്നത് പോലെ ഖുത്ബ സഹീഹാവണമെങ്കിൽ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്തേ തീരൂ. ഖുത്ബയുടെ റുക്നുകളിൽ പെട്ടതാണത്. ആ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാൻ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ് ഖത്തീബുമാർ ഉപയോഗപ്പെടുത്തുക. എന്നാൽ ആ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്ന ആയത്തുകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്തുള്ളത്, അഥവാ അധിക ഖത്തീബുമാരും ഉദ്ധരിക്കാറുള്ളത് സൂറത്ത് ആൽ ഇംറാനിലെ ഈ 102-ാമത്തെ ആയത്താകുന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുക. തഖ്വയുടെ വളരെ ചെറിയ നിർവചനം നാം പല പ്രാവശ്യം പറഞ്ഞതാണ്. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ഫോളോ ചെയ്യുക, പിൻപറ്റുക, അല്ലാഹു തആല വിരോധിച്ചത് ഉപേക്ഷിക്കുക. പഴയ മലയാളത്തിൽ പറയും, ഏകിയത് എടുക്കുക, വിലങ്ങിയത് ഒഴിക്കുക. ഇതാകുന്നു തഖ്വയുടെ ഏറ്റവും ചെറിയ നിർവചനം. അതിൻ്റെ വിപുലമായ നിർവചനങ്ങൾ സ്വഹാബത്തിൽ നിന്നും ഇമാമുകളിൽ നിന്നും മഹാന്മാരിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിവരിക്കുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു വിഷയമായിരിക്കും. പക്ഷെ ഈ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം എങ്ങനെയാണ് തഖ്വ ചെയ്യുക എന്ന പ്രസിദ്ധ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീക്കുകയാണ്. ആ ഹദീസ് ആവട്ടെ റിയാദുസ് സാലിഹീന്റെ മുൻകഴിഞ്ഞ സിലബസുകളിലൊക്കെ
നാം പലവരും ഉദ്ധരിച്ചിട്ടുള്ളതാണ് താനും. എന്നാലും നമ്മുടെ മനസ്സിൻ്റെ മനോമുകുരത്തിൽ എപ്പോഴും പച്ച പിടിച്ചു നിൽക്കേണ്ട ഒരു ഹദീസായതുകൊണ്ട് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യുക? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു തആല കൽപ്പിച്ചത് പ്രവർത്തിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, ഓർക്കുക, മറക്കാതിരിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിന് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. പിന്നെ ഏതാണ് മൂന്നാമത്തേത്? ഒന്ന് ഓർക്കുക, മറക്കാതിരിക്കുക, നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. മൂന്നാമത്തേത് ആർക്ക് പറയാൻ പറ്റും? നമ്മൾ പല പ്രാവശ്യം പഠിച്ചതാണ്. ആണുങ്ങൾക്കും പറയാം, പെണ്ണുങ്ങൾക്കും പറയാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞു. ഒന്ന് അള്ളാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. മൂന്നാമത്തേത് ഏതാണ്? ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കല. എങ്ങനെ? ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കല്. കേൾക്കുന്നില്ല, കുറച്ചൊക്കെ. ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കല്. അതല്ല, അതല്ല. മൂന്നാമത്തേത് ആര് പറയും? അള്ളാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. പിന്നെന്താണ്? കൽപ്പിച്ചത് പ്രവർത്തിക്കുക, വിരോധിച്ചത് അത് ഒഴിവാക്കുക. തഖ്വയുടെ നിർവചനമാണ്. അത് നമ്മൾ പറഞ്ഞു, തഖ്വയുടെ നിർവചനമാണ്. ഇവിടെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു 3 തലക്കെട്ടുകളായിട്ട് പറഞ്ഞു. അതിൽ 2 ഞാൻ പറഞ്ഞു. മൂന്നാമത്തേതാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. എങ്ങനെ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അല്ല, അല്ലാഹുവിനെ അനുസരിക്കുക, അനുസരണക്കേട് കാണിക്കാതിരിക്കുക. ആരാണ് പറഞ്ഞത്? ഉമ്മുലാമിയ. ഉമ്മുലാമിയ. അള്ളാഹുവിനെ അനുസരിക്കുക, അനുസരണക്കേട് കാണിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കാതിരുന്നാണ് ഞാൻ പറഞ്ഞിരുന്നു. ആര്? വൈദ്യുതി. അത് കുറെ ആളുകൾ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കൂല, അതാണ് വിഷയം. അപ്പോ അള്ളാഹുവിനെ ഓർക്കുക, മറക്കാതിരിക്കുക, നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുക, അനുസരണക്കേട് കാണിക്കാതിരിക്കുക. ഇതാണ് അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യുക എന്നാൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞത്. ഇനി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വലിയൊരു സബ്ജക്റ്റാണ്. അതൊക്കെ നിങ്ങൾ വിവിധ തഫ്സീറുകളൊക്കെ അവലംബിച്ചുകൊണ്ട് പഠിക്കുക. ഏതായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അള്ളാഹുവിനെ തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ ചെയ്യുക എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന ഈ ആയത്തിലുള്ള. ഇനി വിരോധം എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകാൻ പാടില്ല. ഇതെങ്ങനെയാണ് നമ്മൾ പ്രയോഗവൽക്കരിക്കുക? ഈ കൽപ്പന എങ്ങനെ നമ്മൾ പ്രാവർത്തികമാക്കും? ആർക്കെങ്കിലും അവരുടെ മരണസമയം അറിയാമോ? അല്ലാഹു തആല അറിയിച്ചിട്ടില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്ത്. നാളെ എന്താണ് സംഭവിക്കുക എന്ന് ഒരു ഡൊണാൾഡ് ട്രംപിന് പോലും അറിയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് മരിച്ചു പിരിയുക എന്ന് ഒരാത്മാവും അറിയില്ല. അതുകൊണ്ട് തന്നെ താൻ മരിക്കാൻ സമയത്ത് അങ്ങ് മുസ്ലിമായി മരിച്ചു കളയാമെന്ന് ആർക്കും തീരുമാനിക്കാൻ സാധ്യമല്ല. തീരുമാനിക്കാൻ സാധിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്, മുസ്ലിമായി ജീവിക്കുക എന്നത്. അതിപ്പോൾ ഈ നിമിഷം 1 സെക്കൻഡ് പോലും പാഴാക്കാതെ നാം ചെയ്യേണ്ടതാണ്. മുസ്ലിമായി ജീവിക്കുന്നവന് മാത്രമേ മുസ്ലിമായി മരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ മുസ്ലിമായി കൊണ്ടല്ലാതെ മരിക്കരുത് എന്ന് അല്ലാഹു തആല പറഞ്ഞതിന്റെ അർത്ഥം മുസ്ലിമായി ജീവിക്കുക എന്നാകും. ഈ 2 കൽപ്പനകൾ ഈ ആയത്തിലുള്ള കാര്യം മാത്രം ഫോളോ ചെയ്യുകയാണെങ്കിൽ നാം നേർമാർഗം പ്രാപിച്ചു, നാം സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. ഇവിടെയും ഒരു കൽപ്പന, ഒരു നിരോധനം. അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, ഭിന്നിക്കാതിരിക്കുക. എന്താണ് അള്ളാഹുവിന്റെ പാശം? ഒരുപാട് മുഫസ്സിരീങ്ങൾ
ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഒന്ന്, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ തന്നെ വിവിധ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. എന്നാൽ ഹദീസിൽ നിവേദനം ചെയ്യപ്പെട്ട ഒരു സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന്, ഉപരിലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ ഒരു കയറാണ്. ആ കയർ ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവർ വിജയിച്ചു. അപ്പോൾ ഈ ഭൂലോകത്ത് ജീവിക്കുന്ന നാം തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കാൻ, വഴികേടിലകപ്പെടാതിരിക്കാൻ, ചൊവ്വായ സിറാത്തുൽ മുസ്തഖീമിലൂടെ മുന്നോട്ട് പോകാൻ അവലംബമാക്കേണ്ട സംഗതി ഈ ഖുർആനാകുന്നു. അത് ആകാശലോകത്ത് നിന്ന് അല്ലാഹു തആല ഇറക്കി തന്നതാണ്. അതിൽ പിടിക്കുക. അത് ബലിഷ്ഠമായ പാശമാകുന്നു. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ലം ഫിസാമ ലഹാ, ആ പാശം ഒരിക്കലും പൊട്ടിപ്പോകുകയില്ല. അതിൽ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, ഭിന്നിക്കാൻ പാടില്ല. അപ്പോൾ ഒന്നിക്കണമെങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒന്നിക്കാൻ പറ്റുകയുള്ളൂ. ഖുർആൻ ഒരു അഖീദ നമ്മെ പഠിപ്പിക്കുന്നു, ഒരു മാർഗത്തിലൂടെ നമുക്ക് വഴി കാണിക്കുന്നു. ഖുർആൻ ചില കാര്യങ്ങൾ സബഉൽ മൂബിഖാത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടത് ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. അത് ഫോളോ ചെയ്യാതെ ഖുർആനിൽ പറഞ്ഞ അഖീദക്ക് വിരുദ്ധമായ അഖീദകളുമായി ഖുർആൻ സബഉൽ മൂബിഖാത്തിൽ എണ്ണിയ കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അത് പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാവരെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഒന്നാകാമെന്ന് വെച്ചാൽ നടപ്പില്ല. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. ഈ ഖുർആൻ മുറുകെ പിടിക്കുന്ന വിഷയത്തിൽ, ഖുർആൻ വഴി കാണിക്കുന്നതിലൂടെ മുന്നോട്ട് പോകുന്ന വിഷയത്തിൽ ഭിന്നിക്കാൻ പാടില്ല. അതിലൂടെ മാത്രമേ ഒന്നിക്കാൻ കഴിയൂ. അതിലൂടെ സമുദായ ഐക്യം സാധ്യമാകൂ. ഒന്നാമത്തെ പ്രമാണം ഖുർആനാകുന്നു. ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിക്കേണ്ടത്. ഖുർആൻ പറയുന്ന കാര്യങ്ങളിലാണ് ഒന്നിക്കേണ്ടത്. ഖുർആൻ വിരോധിച്ച കാര്യങ്ങളിൽ ഒന്നിക്കുന്ന പ്രശ്നമില്ല, അതിനെ അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. ഇനി ഇങ്ങനെ ഭിന്നിച്ച് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാൽ 46-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, വഅത്തിയുല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. ഭിന്നിച്ചാലോ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോയി പോകും. കാറ്റ് പോവുക എന്ന് പറയില്ലേ, വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് അങ്ങോട്ട് പോകും. അപ്പോൾ മുസ്ലിങ്ങൾ ഒന്നിക്കണം. അത് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒന്നിക്കണം. അതാണ് മുസ്ലിങ്ങളുടെ ശക്തി. ഇന്ന് ആ ഐക്യവും രഞ്ജിപ്പും ആ സമുദായത്തെ ഒരുമിച്ച് ആ മുറുകെ പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പ്രയാണവും ഇതില്ലാത്തത് കാരണം ഭിന്നിപ്പുകളാകുന്നു ഈ സമുദായത്തിന്റെ കാറ്റ് പോക്കിക്കളയുന്നത്. ഈ സമീപകാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അതിന്റെ ജാഥ ക്യാപ്റ്റന്മാരോട്, 3 ക്യാപ്റ്റന്മാരാണ്, പത്രക്കാർ ചോദിച്ച ചോദ്യം, വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ, മത്സരാർത്ഥികൾ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? അപ്പോൾ മുമ്പ് മരിച്ചു മറമടഞ്ഞ ഒരു നേതാവിന്റെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ജാഥ ക്യാപ്റ്റൻ പറയുന്നത്, 3 ക്യാപ്റ്റന്മാരിൽ ഒരാൾ, അദ്ദേഹം അന്ന് പറഞ്ഞത്, ഒരു മുജാഹിദും ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനും ഒരു ഹിന്ദുവും മത്സരിക്കുകയാണെങ്കിൽ ഹിന്ദുവിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ നിലപാട്. ഇതാ കേവലം ദിവസങ്ങൾ, ഒരാഴ്ച തികഞ്ഞിട്ടില്ല. ഈ വിഭാഗങ്ങളുടെ
നിലപാട് എവിടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നൽകിയ ആജ്ഞ എവിടെ? വഅ്തസിമു ബിഹബിലില്ലാഹി ജമീഅൻ. നിങ്ങൾ സത്യവിശ്വാസികൾ, മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കുക. വലാ തഫറഖു, ഭിന്നിക്കാൻ പാടില്ല. എന്നാൽ ഇയാളുടെ വാക്കുകളിലുള്ള സ്വരം രഞ്ജിപ്പിന്റേതാണോ ഭിന്നിപ്പിന്റേതാണോ? ഐക്യത്തിൻ്റെതാണോ അനൈക്യത്തിൻ്റെതാണോ? പരിശുദ്ധ ഖുർആനിന്റെ പേര് തന്നെ ഫുർഖാൻ, ഉരക്കല്ല് എന്നാണ്. ഉരക്കല്ല് സത്യമോ അസത്യമോ, ശരിയോ തെറ്റോ, നന്മയോ തിന്മയോ, തള്ളാവുന്നതോ കൊള്ളാവുന്നതോ, ഗുണമോ ദോഷമോ, ഇത് ഉരച്ച് മനസ്സിലാക്കാനാണ്. ഈ വർത്താനം ഈ ഫുർഖാനിന്റെ അടിസ്ഥാനത്തിൽ ഉരച്ചു നോക്കിയാൽ എന്താണ് അതിന്റെ അവസ്ഥ എന്ന് നാം മനസ്സിലാക്കുക. മനസ്സിലാക്കിയാൽ പോരാ, ആ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു നിലപാട് നാം സ്വീകരിക്കേണ്ടതുണ്ട്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്നാമത്തെ ഈ ഖുർആന്റെ അഭിസംബോധിതർ സഹാബ കിറാം ആണ് എന്ന് നാം ഓർക്കുക. സഹാബ കിറാമിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ നിഅമത്തുകൾ നിങ്ങൾ ഓർക്കുക. ഇത് കുൻതും അഅദാഅൻ, നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങളെ നാം ഇണക്കി തന്നു ഈ ഖുർആനിലൂടെ, സുന്നത്തിലൂടെ. ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി തീർന്നു. വകുൻതും അലാ ശഫാ ഹുഫ്റത്തിൻ മിനന്നാർ, നിങ്ങൾ ഒരു നരകക്കുണ്ടിന്റെ വക്കിലായിരുന്നു. നിങ്ങൾ മരണപ്പെട്ടു പോയാൽ നേരെ ജഹന്നമിൽ എത്തിപ്പെടുന്ന ഒരു ജീവിതത്തിലായിരുന്നു നിങ്ങൾ ഉണ്ടായിരുന്നത്. ഫഅൻഖദകും മിൻഹാ, ആ നരകക്കുണ്ടിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ പരിശുദ്ധ വേദഗ്രന്ഥത്തിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നിങ്ങളെ രക്ഷപ്പെടുത്തി. ഇവിടെ സൂചിപ്പിക്കുന്നത് മദീനയിലുണ്ടായിരുന്ന ഔസ്, ഖസ്റജ് എന്നീ 2 അറബ് ഗോത്രങ്ങൾ. അവിടെ ഈ 2 അറബ് ഗോത്രങ്ങളാണ് മദീനയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് 3 ജൂത ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ അറബ് ഗോത്രങ്ങൾ നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന പകയും വിദ്വേഷവും പരസ്പര സംഘട്ടനങ്ങളും യുദ്ധങ്ങളുമായിരുന്നു. ഒരു ഗോത്രത്തിന്റെ ഒട്ടകം മറ്റേ ഗോത്രത്തിന്റെ കിണറ്റിൽ പോയി വെള്ളം കുടിച്ചതിന്റെ പേരിൽ 40 കൊല്ലം യുദ്ധം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇത് മദീനയിൽ മാത്രമല്ല, അറേബ്യയിലുടനീളം അതായിരുന്നു അവസ്ഥ. ഇങ്ങനെ പരസ്പര ശത്രുതയിലായിരുന്ന നിങ്ങളെ ഈ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കോർത്തിണക്കി ഏകോദര സഹോദരങ്ങളാക്കി തീർത്തു. പുറമെ മക്കയിൽ നിന്ന് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളെയും സഹോദരങ്ങളാക്കി. ഇങ്ങനെ 23 കൊല്ലക്കാലത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പരിശുദ്ധ ഖുർആൻ പ്രബോധനത്തിലൂടെ അവരെല്ലാം ഏകോദര സഹോദരങ്ങളാക്കി. ഈ നിയമത്ത്, മഹത്തായ അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. ഇപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൂക്തങ്ങൾ നിങ്ങൾക്ക് ഓതി കേൾപ്പിക്കുന്നു, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പറഞ്ഞു, ഈ സമുദായത്തിന്റെ ആദ്യ തലമുറ എന്തൊന്നു കൊണ്ട് നന്നായോ അതിലൂടെയല്ലാതെ ഇതിന്റെ അവസാന തലമുറയും നേരാവാൻ പോകുന്നില്ല. ലാ യസ്ലിഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സ്വലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന്റെ ആദ്യത്തെ തലമുറ ഏതൊന്നുകൊണ്ട് നന്നായി തീർന്നുവോ, ഏകോദര സഹോദരങ്ങളായോ, അവർ ഐക്യപ്പെട്ടുവോ, അതിലൂടെയല്ലാതെ അവസാനവും ഐക്യപ്പെടാൻ പോകുന്നില്ല, നന്നാവാൻ പോകുന്നില്ല. അവര് നന്നായത്, അവരൈക്യത്തിലായത്, ഏകോദര സഹോദരങ്ങളായത് ഈ പരിശുദ്ധ ഖുർആനിലൂടെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയാണ്. ഇതിൽ നിന്ന് ഭിന്നമായ വിശ്വാസാചാരങ്ങളും കർമ്മങ്ങളും രീതികളും അനുവർത്തിച്ചുകൊണ്ട് ഈ സമുദായത്തിന് ഒന്നിക്കുക സാധ്യമല്ല. വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടായിരിക്കട്ടെ, ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ഉണ്ടായിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്.
എന്താണ് ആ വിഭാഗത്തിന്റെ പ്രത്യേകത? യദ്ഉന ഇലൽ ഖൈർ, ഖൈറായ കാര്യങ്ങളിലേക്ക് ലോകത്തെ ജനങ്ങളെ ക്ഷണിക്കുന്നവരായി. ഇവിടെ ഖൈർ എന്നാൽ ദീനുൽ ഇസ്ലാം എന്നാകുന്നു മുഫസ്സിരീങ്ങൾ അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പോൾ അള്ളാഹുവിന്റെ നേർമാർഗത്തിലേക്ക്, ദീനുൽ ഇസ്ലാമിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന, അവരെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ദൗത്യം നിർവഹിക്കാൻ ഒരു വിഭാഗം ഈ മുസ്ലിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. എങ്ങനെയാണ് ഈ ദൗത്യം നിർവഹിക്കേണ്ടത്? അതിന്റെ വിശദാംശമാണ് പിന്നെ നൽകുന്നത്. യഅ്മുറൂന ബിൽ മഅറൂഫ്, മഅറൂഫായ കാര്യങ്ങൾ ജനങ്ങളോട് കൽപ്പിക്കുക. എന്താണ് മഅറൂഫ്? സാധാരണഗതിയിൽ നന്മ എന്നാണ് പറയുക. തൊട്ടുടനെ വയൻഹൗന അനിൽ മുൻകർ, മുൻകർ വിരോധിക്കുക എന്ന് പറയുന്നു. അപ്പോൾ മഅറൂഫ് കൽപ്പിക്കുക, മുൻകർ വിരോധിക്കുക എന്നതിന് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നാണ് സാധാരണഗതിയിൽ അർത്ഥം പറയുക. എന്നാൽ ആ പദങ്ങളിൽ ഇവിടെ പറയുന്ന മഅറൂഫിന്റെയും മുൻകറിന്റെയും യഥാർത്ഥ ആശയം ആകുന്നില്ല. മഅറൂഫ് എന്നാൽ സുപരിചിതമായത് എന്നാകുന്നു അതിന്റെ അർത്ഥം. സുപരിചിതമായത്. ആർക്ക് സുപരിചിതമായത്? എങ്ങനെ സുപരിചിതമായത്? മനുഷ്യന്റെ ശുദ്ധ പ്രകൃതിക്ക്, മനുഷ്യ ഹൃദയത്തിന് സുപരിചിതമായത്. അതെങ്ങനെയാണ്? മുൻകർ എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ്, ശുദ്ധമായ മനുഷ്യ പ്രകൃതിക്ക് അപരിചിതമായത്, വെറുക്കപ്പെട്ടത് എന്നും അർത്ഥമുണ്ട്. അപ്പൊ ശുദ്ധമായ മനുഷ്യ പ്രകൃതി വെറുക്കുന്ന സംഗതികളാണ് മുൻകർ. ഇതെങ്ങനെയാണ് ഈ മനുഷ്യ പ്രകൃതി അഥവാ മനുഷ്യന്റെ ഹൃദയം, മനുഷ്യന്റെ മനസ്സിന് ഒന്ന് സുപരിചിതമാകുന്നത്, ഒന്ന് അപരിചിതമാകുന്നത്, അത് വെറുക്കപ്പെടുന്നതാകുന്നത്? ഈ മഅറൂഫ് എന്നത് സുപരിചിതം എന്നതോടൊപ്പം തന്നെ മനുഷ്യന്റെ മനസ്സിന് സമാധാനവും സ്വസ്ഥതയും നൽകുന്ന സംഗതി എന്നുകൂടി അതിൽ ആശയമുണ്ട്. അതെങ്ങനെയാണ് ആയിത്തീരുന്നത്? അതായിത്തീരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയെ ഇഷ്ടപ്പെടുന്നു, തിന്മയെ വെറുക്കുന്നു. അതുകൊണ്ട് തന്നെ വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ ആത്മാവാണ്, അതിനെ സംവിധാനിച്ചവനാണ് സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വ തഖ്വാഹാ, മനുഷ്യന്റെ ആത്മാവിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ധർമ്മവും അധർമ്മവും സന്നിവേശിപ്പിച്ചു, ഗ്രഹിപ്പിച്ചു. അഥവാ ഇന്നത് നന്മയാണ്, ഇന്നത് തിന്മയാണ്, ഇന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതാണ്, ഇന്നത് അല്ലാഹു തആല വെറുക്കുന്നതാണ് എന്ന സംഗതി ആരും വാഴ്ന്നു പറഞ്ഞു കൊടുക്കാതെ, ഒരു വേദഗ്രന്ഥവും അവതരിപ്പിക്കപ്പെടാതെ, ഒരു പള്ളിക്കൂടത്തിനും പോകാതെ, ഓരോ മനുഷ്യനും മനസ്സിലാകത്തക്ക രൂപത്തിൽ അവന്റെ റൂഹിൽ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല ഗ്രഹിപ്പിച്ചു. ഫഅൽഹമഹാ ഫുജൂറഹാ വ തഖ്വാ. അപ്പോൾ എന്താണ് മഅറൂഫ്, എന്താണ് മുൻകർ എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എല്ലാവർക്കും സ്വയം അറിയാം. അങ്ങനെ അല്ലാഹു തആല, അങ്ങനെയാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ഇനി വേദഗ്രന്ഥങ്ങളുടെയും പ്രവാചകന്മാരുടെയും അവരെ കാലശേഷമുള്ള പ്രബോധകന്മാരുടെയും, ഇവിടെ പറഞ്ഞല്ലോ വൽതകും മിൻകും ഉമ്മത്തുൻ, നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടാകട്ടെ. അവർ ചെയ്യേണ്ട ദൗത്യം മഅറൂഫ് കൽപ്പിക്കുക, മുൻകർ വിരോധിക്കുക എന്നതാണ്. ഈ സംഗതിയുമായി ചെല്ലുമ്പോൾ ആരടുത്താണോ ചെല്ലുന്നത്, അതൊരു ബഹുദൈവ വിശ്വാസിയാവാം, ത്രിയേകത്വ വിശ്വാസിയാവാം, നിരീശ്വരനാവാം, നിർമ്മതനാവാം, ആരോ ആവട്ടെ, അവർക്ക് അപരിചിതമായ, അവർക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സംഗതിയുമായല്ല ഈ ചെല്ലുന്നത്. അവർക്കെല്ലാം അറിയാം. അറിയുന്നതോടൊപ്പം ആ അറിയുന്ന കാര്യത്തിന്റെ മേലെ തിരശ്ശീല മൂടിക്കിടക്കുകയാണ്. ആ തിരശ്ശീല ഒന്ന് തട്ടി മാറ്റുക മാത്രമേ വേണ്ടതുള്ളൂ. അത് വിസ്മൃതിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കലാണ് പ്രവാചകന്മാരുടെ ജോലി. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാർക്ക് പറഞ്ഞ പേര് ഫദക്കിർ, താങ്കൾ ഓർമ്മിപ്പിക്കുക, അനുസ്മരിപ്പിക്കുക. ഇന്നമ അൻത മുദക്കിർ, താങ്കൾ അനുസ്മരിപ്പിക്കുന്നവൻ, ഓർമ്മിപ്പിക്കുന്നവൻ മാത്രമാണ്. അറിയാത്തൊരു കാര്യമായിട്ടല്ല ഈ വരുന്നത്, അറിയുന്നത് തന്നെ. അത് മറന്ന് വിസ്മൃതിയിലകപ്പെട്ട് അങ്ങനെ ഒരു ഹവയിൽ, വഴികേടിൽ ജീവിക്കുകയാണ്. അവരെ പോയിട്ട് തട്ടി ഉണർത്തുക, ഓർമ്മിപ്പിക്കുക. ഇതാണ് നമുക്കും ചെയ്യാനുള്ളത്. അപ്പൊ ആരുടെ അടുത്തും ഈ സന്ദേശവുമായി നമുക്ക് പോകാം, നാം പോകണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്.
ഒരിക്കലും അവർക്കറിയാത്ത സംഗതിയല്ല, അവർക്കറിയാം. അതൊന്ന് ഓർമ്മിപ്പിക്കലാണ് ചെയ്യാനുള്ളത്. ഇതാണ് ഇവിടെ കൽപ്പിക്കുന്നത്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ മാറൂഫ് കൽപ്പിക്കുന്നു, മുൻകർ വിരോധിക്കുന്നു. ഇനി അതോടൊപ്പം ഇതിപ്പം അല്ലാഹു തആല റൂഹിൽ തന്നെ അത് ഗ്രഹിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. അതിന് പുറമെ ഒന്നാമത്തെ മനുഷ്യൻ അബൂന ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഈ കൽപ്പന പൂർണ്ണമായി നൽകിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം അത് തൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളായി തലമുറകളിലൂടെ എന്താണ് മാറൂഫ്, എന്താണ് മുൻകർ എന്നും കൈമാറ്റം ചെയ്തിട്ടുണ്ട്. പുറമെ ഈ മനുഷ്യർ അവരുടെ പ്രതിഭകളിലൂടെ, കവികൾ, സാഹിത്യകാരന്മാർ, കഥാകൃത്തുക്കൾ, വാഗ്മികൾ, അവരെല്ലാം തങ്ങളുടെ സൃഷ്ടികളിലൂടെ, തങ്ങളുടെ സാഹിത്യ സൃഷ്ടികളിലൂടെ ഈ കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, മലയാളത്തിലെ ഏത് മതവിഭാഗത്തിൽപ്പെട്ട നോവലിസ്റ്റുകളുടെയും കഥാകാരന്മാരുടെയും കഥകളും കവിതകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നന്മകൾ കാണാൻ സാധിക്കും, തിന്മകളോടുള്ള വിപ്രതിപത്തി കാണാൻ സാധിക്കും. എന്തിനേറെ, മനുഷ്യരെ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ വഴികേടിലാക്കുന്ന മാധ്യമമാകുന്നു സിനിമ. എന്നാൽ ഈ സിനിമയുടെ തിരക്കഥയും അതിലെ ഹീറോകളെ, നായകന്മാരെയും നായികമാരെയും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ നന്മയുടെ വക്താക്കളായി അവതരിക്കുന്നതായി കാണാൻ പറ്റും. തിന്മയുടെ വക്താക്കളായി അവതരിക്കുകയില്ല. അങ്ങനെ അവതരിക്കുന്ന വില്ലന്മാരെ ആരും ഇഷ്ടപ്പെടുന്നില്ല. മറിച്ച് നായകന്മാരെ, സ്വഭാവ നടന്മാരെ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? ഇതുകൊണ്ട്. കാരണം അല്ലാഹു തആല മനുഷ്യ പ്രകൃതിയിൽ ഊട്ടിയിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം അതിൽ നന്മയെ പ്രൊജക്റ്റ് ചെയ്യുന്നു. നായകന്മാരൊക്കെ സ്വഭാവ നടന്മാരാണ്. അതേസമയത്ത് തിന്മയുടെ വൈതാളികർ വില്ലന്മാരാണ്. ഇതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ സിനിമ കണ്ടിട്ട് ആരെങ്കിലും സ്വാലിഹീങ്ങളായി തീരുമോ? ആയിത്തീരുമെങ്കിൽ ആ സിനിമാ രംഗത്തുള്ള ഒന്നാമതായി അതിലെ നടീനടന്മാർ, അതിൻ്റെ തിരക്കഥാകൃത്തുക്കൾ, അതിൻ്റെ സംവിധായകന്മാർ, അതുപോലെ തന്നെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ഇവരാകുമായിരുന്നു ലോകത്തെ ജനങ്ങളിൽ ഏറ്റവും നല്ല നന്മകളുള്ളവർ, ഏറ്റവും നല്ല വിശിഷ്ട മൂല്യങ്ങളുള്ളവർ. അതോടൊപ്പം ലോകത്ത് ഇതിൻ്റെ ആസ്ഥാനം ഹോളിവുഡാണ്. ലോകത്തെ ഏറ്റവും മാതൃകായോഗ്യരായ തലമുറ ജീവിക്കേണ്ടത് അവിടെയാണ്. ഈ പറഞ്ഞത് ശരിയാണെങ്കിൽ ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ബോളിവുഡ്, ബോംബെ. എന്താ കഥ? ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സിനിമാ രംഗത്ത് ഈടെയുണ്ടായ ചില കേസുകൾ വന്നപ്പോൾ, ചില നടിമാർ വെളിപ്പെടുത്തലുകൾ നടത്തിയപ്പോൾ പുറത്തു വന്നത് എന്താണ്? ആ രംഗത്തുള്ള ഒരു നടിമാരെയും ആരും വെറുതെ വിട്ടിട്ടില്ല. ഫോട്ടോഗ്രാഫർമാർ മുതൽ മേലോട്ടുള്ളവരൊക്കെ അവരെയൊക്കെ ഒന്ന് സുഖിപ്പിച്ചെങ്കിലേ, രസിപ്പിച്ചെങ്കിലേ, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിന്നുകൊടുത്തെങ്കിലേ അവിടെ അവസരം കിട്ടൂ എന്നതാണ് അവസ്ഥ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നന്മയും തിന്മയും എല്ലാവർക്കും അറിയാം. എല്ലാവരും നന്മയുടെ വക്താക്കളായും തിന്മയുടെ വിരോധികളായുമായി തന്നെയാണ് അവതരിക്കുക. നോവലും അങ്ങനെയാണ്, കഥയും അങ്ങനെയാണ്, സിനിമയും അങ്ങനെയാണ്, എല്ലാമാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഹിദായത്ത് ലഭിക്കുകയില്ല, മനുഷ്യൻ നല്ലവനായി ജീവിക്കുകയില്ല. അത് വേണമെങ്കിൽ ഒന്നാമതായി ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. ഈമാനിലൂടെ ഉണ്ടാകുന്ന പരിവർത്തനത്തിലൂടെ മാത്രമേ ഒരാൾ ഹിദായത്തിലാവുകയുള്ളൂ, ഒരു തലമുറ നന്നായി തീരുകയുള്ളൂ. പലരും ഇതിനെയൊക്കെ, ഈ സിനിമയൊക്കെ ന്യായീകരിക്കാറുണ്ട് നന്മയുടെ കാര്യം പറഞ്ഞിട്ടാണ്. സിനിമ കാണണം, പലതും പഠിക്കാനുണ്ട്. പിന്നല്ലാതെ സിനിമ കണ്ടിട്ട് എത്ര ആൾക്കാരാണ് സ്വർഗത്തിൽ പോയതെന്നറിയോ? സ്വാലിഹീങ്ങളായിട്ട്.
അങ്ങനെ എൻ്റെ മുന്നിൽ പറഞ്ഞവരോടൊക്കെ ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞ ഈ ഉദാഹരണങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നീട് മേലാൽ എൻ്റെ അടുത്ത് ഈ സിനിമയുടെ ഫളീലത്ത് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹിദായത്ത് എങ്ങനെയാണ് ലഭിക്കുക? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരിലൂടെ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിലൂടെ മാത്രം, അതല്ലാതെ ലഭിക്കാൻ പോകുന്നില്ല. പക്ഷെ എല്ലാവരും നന്മയുടെ വക്താക്കളായി അഭിനയിക്കാൻ കാര്യം മനുഷ്യന്റെ പ്രകൃതി അല്ലാഹു തആല അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് അങ്ങനെയെ വേര് പിടിക്കൂ, അങ്ങനെയെ മനുഷ്യർക്കിടയിൽ ക്ലച്ച് പിടിക്കൂ എന്നതുകൊണ്ട് അവർ ആ മാർഗത്തിലൂടെ രംഗത്ത് വരുന്നു, അഭിനയിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ദീനുൽ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉണ്ടാവട്ടെ. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയം വരിക്കുന്നവർ. ഈ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ വിജയിക്കുക എന്നതിന് ഒരുപാട് വാക്കുണ്ട്. ഫാസ എന്ന് പറഞ്ഞാൽ വിജയമാണ്, നജഹ എന്ന് പറഞ്ഞാൽ വിജയമാണ്, ഫലഹ എന്ന് പറഞ്ഞാൽ വിജയമാണ്. പക്ഷെ ഇവിടെ അഫ്ലഹ, മുഫ്ലിഹൂൻ എന്നൊക്കെ പറഞ്ഞാൽ ഇരുലോക വിജയം വരിക്കുന്നവർ എന്നാണ്. ഒരു എക്സാം ജയിച്ചു, ഫായിസ് എന്നാണ് പറയുക, ഫായിസ്, അവൻ വിജയിച്ചു. ഒരു മത്സരത്തിൽ ജയിച്ചു, ഫായിസ്. ഈവൻ ഖുർആൻ മത്സരങ്ങളിലൊക്കെ അറബിയിൽ അനൗൺസ് ചെയ്യുമ്പോൾ നോക്കാം, ഇന്ന കാറ്റഗറിയിൽ ജയിച്ചു, ഇന്നാൾ ജയിച്ചു, ഇത്രാമത്തെ സ്ഥാനത്ത്. നജഹ എന്നും പറയും എക്സാമിലൊക്കെ. പക്ഷെ അവിടെ ഒന്നും അഫ്ലഹ എന്ന് പറയില്ല. കാരണം അത് ദുനിയാവിൽ മാത്രമുള്ള വിജയമാണ്. എക്സാമിലും ഈ മത്സരത്തിൽ ഖുർആൻ പാരായണ മത്സരത്തിൽ ഹാഫിദായി ജയിച്ചു എന്ന് എഴുതിക്കൊണ്ട് പല്ലോത്ത് ജയിച്ചോളണമെന്നില്ല. പല്ലോത്ത് ജയിക്കണമെങ്കിൽ പണി വേറെയാണ്. അപ്പോ പറഞ്ഞു വരുന്നത് ഈ അഫ്ലഹ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞാൽ ഇരുലോക വിജയം വരിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് ഇരുലോക വിജയം വരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. ഇനി നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. അത് കുറച്ച് മെനകെട്ട പണിയാണ്. ഇപ്പൊ നമസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അതുമായി തന്നെ മാതാപിതാക്കന്മാരെ സേവിക്കുക, ഇങ്ങനെ തുടങ്ങിയിട്ട് സ്വാലിഹായ അമലുകളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് അത് അത്രമേൽ പണിയുള്ളൊരു സംഗതിയൊന്നുമല്ല. സംഗതി അതിന് സബറൊക്കെ ആവശ്യമാണ്, നല്ല നിശ്ചയദാർഢ്യം വേണം, ഒക്കെ ശരിയാണ്. പക്ഷേ അതുപോലെയല്ല ഈ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന് പറഞ്ഞാൽ. ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകന് നൽകിയ വളരെ ഹൃദയസ്പർശമായ മർമ്മപ്രധാനമായ കുറെ ഉപദേശങ്ങൾ സൂറത്ത് ലുഖ്മാനിലുണ്ട്. നമ്മൾ പഠിച്ചതാണ് മുമ്പ് ഒരു സിലബസിൽ, 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിലബസിൽ, 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചതാണ്. അതില് ലുഖ്മാൻ ഹക്കീം മകനോട് യാ ബുനയ്യ അഖീമിസ് സ്വലാ, നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നന്മ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിസ്ഖാല ദർറത്തിൻ മിൻ ഖർദലിൻ, നിന്റെ സൽക്കർമ്മങ്ങൾ അതൊരു കടുകുമണി തൂക്കമാണെങ്കിൽ പോലും അല്ലാഹു തആല നാളെ അത് കൊണ്ടുവരും എന്നൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. വലാ തംശി ഫിൽ അർദി മറഹ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കാൻ പാടില്ല. വഖ്സിദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക്, നീ ഉച്ചയിട്ട് സംസാരിക്കരുത്, നീ വളരെ പതുക്കെ മാത്രമേ സംസാരിക്കാവൂ. അഥവാ അഹങ്കാരത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ദൂരെയുള്ള ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കേണ്ടി വരും, അതല്ല അവിടുത്തെ വിഷയം. ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കേണ്ടി വരും, അതല്ല അവിടെ പറഞ്ഞത്. ഉണ്ടല്ലോ പെരുമ്പറ, തൻ്റെ വൽപ്പത്തരം കാണിച്ചുകൊണ്ടുള്ള വർത്താനം, ഇതാണ് ഇതിനെക്കുറിച്ച്. ഇങ്ങനെ ഒരുപാട് കൽപ്പനകൾ ലുഖ്മാൻ ഹക്കീം മകന് നൽകിയതായിട്ട് ഉണ്ട്. എന്നാൽ ആ കൽപ്പനയൊക്കെ നൽകിയിട്ട് അതിൻ്റെ ശേഷം അനുബന്ധമായിട്ടൊന്നും പറയുന്നില്ല. എന്നാൽ അതേ ലുഖ്മാൻ ഹക്കീം മകനോട് പറഞ്ഞു, വഅ്മുർ ബിൽ ഉർഫി വൻഹാ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസ്വബ, നീ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക. എന്നിട്ട് എന്ത് പറഞ്ഞു? വസ്ബിർ അലാ മാ അസ്വബക്, നിന്നെ ബാധിക്കുന്ന വിപത്തുക്കളിൽ നീ ക്ഷമ കൈക്കൊള്ളുക. അപ്പൊ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ദൗത്യം നിർവഹിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ വിവരമറിയും. അപ്പോഴാണ് സാക്ഷാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരം അറിഞ്ഞത്. നബിക്ക് നുബൂവത്ത് കിട്ടിയപ്പോൾ അക്കാര്യം വർഖത്ത് ഇബ്നു നൗഫൽ നബിയോട് പറഞ്ഞു, താങ്കൾ ഈ ദൗത്യവുമായി ഇറങ്ങിയാൽ താങ്കൾ ഉപദ്രവിക്കപ്പെടും, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും.
നബിക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഭവിച്ചു. ഈ ദൗത്യവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും അതനുഭവിച്ചു. ഈ മാർഗത്തിൽ ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നോളമുള്ള എല്ലാവരും അത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സാക്കിർ നായിക്കിന് ജന്മനാട്ടിലേക്ക് വരാൻ സാധിക്കുന്നില്ല. എന്താണ് കാര്യം? ലോകത്തുടനീളം ഈ ദഅവത്ത് നിർവഹിക്കുന്നതിന്റെ പേരിലാണ് മുസ്ലിങ്ങൾ, ദാഴികൾ പീഡിപ്പിക്കപ്പെടുന്നത്. ജയിലറകൾക്കുള്ളിലാണ് മുസ്ലിം ലോകത്ത് പല ദാഴികളും ഉള്ളത്. അപ്പോ ഇത് കുറച്ച് മെനകെട്ട പണിയാണ്. അതത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. സാന്ദർഭികമായിട്ട് ഒരു സംഗതി ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുക. കാരണം ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ്. ഇസ്ലാമിക പ്രബോധനത്തിന്, ദഅവത്തിന്, ഇസ്ലാമികമായി ജീവിക്കുന്നതിന് പാശ്ചാത്യ ലോകത്ത് ഭയങ്കര സ്വാതന്ത്ര്യമാണെന്നാണ് പറയുക. അവിടെ ജീവിക്കുന്നവരാണ് അത് പറയുക. അവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ നാട്ടിലുള്ളവരും പുട്ടിന് തേങ്ങണ മാതിരി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ എന്താണ് ദഅവത്ത് എന്ന് അല്ലാഹു തആലയാണ് പറയേണ്ടത്. അല്ലാഹു തആല പറയുന്നത് തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, വതൻഹൗന അനിൽ മുൻകർ, മുൻകർ വിരോധിക്കുക എന്നാണ്. എങ്ങനെയാണ് വിരോധിക്കേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മൻ റഅ മിൻകും മുൻകറൻ, നിങ്ങളിൽ ആരെങ്കിലും തിന്മ കണ്ടാൽ, അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ കണ്ടാൽ, അത് തന്നെ സബഉൽ മൂബിഖാത്തിൽപ്പെട്ട മഹാപാപങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ, ഫൽയുഗയ്യിറുഹു ബിയദി, സ്വകരങ്ങളാൽ അത് തടയട്ടെ. എന്ന് വെച്ചാൽ ബലം പ്രയോഗിച്ച് തടയണം എന്നാണ്. അങ്ങ് നേരത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിക്കറും ബ്രേഷ്യറും ഇട്ട് നടക്കുന്ന മദാമ്മമാരെ കൈകൊണ്ട് പോയി തടയണമെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ അധികാരം ഉപയോഗിച്ച് തടയാന്ന് പറഞ്ഞ കൽപ്പന ഒന്ന് ഭരണാധികാരികളോട്, അതുപോലെ തന്നെ അതിന് അധികാരമുള്ള വിഭാഗങ്ങളോട്, പോലീസിനോട്, സൈന്യത്തോടൊക്കെയാണ്. അതുപോലെ തന്നെ കുടുംബനാഥനോട്, കുടുംബത്തിലുള്ളവരെ അധികാരം ഉപയോഗിച്ച് തടയാൻ പറ്റും. ഓക്കെ, ഫൈലം യസ്തത്തി, അതിനെല്ലാവർക്കും കഴിയില്ല. പാശ്ചാത്യ ലോകത്തുള്ളവർക്കും കഴിയില്ല. ശരി, സമ്മതിച്ചു. ഫൈലം യസ്തത്തി ഫബിലിസാനി, അതിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ നാവുകൊണ്ട്. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച മുൻകറായ ഒരുപാട് സംഗതി പബ്ലിക്കായിട്ട് അവിടെ നടക്കുന്നുണ്ടല്ലോ, ഇല്ലേ? വളരെ പബ്ലിക്കായിട്ട് നൈറ്റ് ക്ലബ്ബുകളുണ്ട്. അതുമാതിരി തന്നെ നാമമാത്രമായ വസ്ത്രധാരിണികളായ സ്ത്രീകൾ ഉണ്ട്. അതുമാതിരി തന്നെ എന്താ പറയുക, ബാറുകൾ, അങ്ങനെയുള്ള സംഗതികൾ, വിരോധിക്കപ്പെട്ട സംഗതികൾ, പന്നി മാംസം വിൽക്കുന്നു, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. ഇനി ഭരണാധികാരികളുടെ വിഷയമാണെങ്കിൽ ലോകത്ത് മുഴുവൻ ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യം ഫസാദ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഉണ്ടാക്കുന്നവരോടൊപ്പമാണ്. എന്ന് വെച്ചാൽ സെൻട്രൽ ഫോർവേഡിൽ അമേരിക്കയും ഇംഗ്ലണ്ടും ഫ്രാൻസും ഒക്കെയാണ് തെമ്മാടിത്തം, അനീതി പ്രവർത്തിക്കുന്നതെങ്കിൽ അവരോടൊപ്പമാണ് ഇവരുള്ളത്. ഞാൻ ചോദിക്കട്ടെ, അധികാരമാണ് മാറ്റി നിർത്തുക. ഈ ഭരണാധികാരികളോട് ഈ ചെയ്യുന്നത് ശരിയല്ല. ദരിദ്രരായ, ദുർബലരായ ഈ രാജ്യങ്ങളെ ആക്രമിക്കരുത്, അവിടെയുള്ള ജനങ്ങളെ കൊല്ല ചെയ്യരുത്, അവരുടെ സ്വത്ത് പിടിച്ചടക്കരുത്. ഇപ്പോൾ അമേരിക്കൻ വൻകരയിൽ തന്നെ ഒരു രാജ്യത്തെ പിടിച്ചു, ഭരണാധികാരിയെ കൊണ്ടുവന്നിട്ട് സ്വന്തം കോടതിയിൽ വിചാരണ ചെയ്യുന്നു. ഇതുപോലെയുള്ള തെമ്മാടിത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ ദൗത്യം എന്താണ്? ഇനി അത് പോട്ടെ, അത് ഭരണാധികാരിയാണ്, പറയുമ്പോഴേക്ക് അകത്ത് കയറും എന്ന് മാറ്റി നിർത്തിയാൽ തന്നെ അവിടെ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് ക്യാമ്പസുകളിൽ അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങൾ, മുൻകറാത്തുകൾ കാണുമ്പോൾ ഇതരുത്, ഇത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല, ഇത് ശിക്ഷയ്ക്ക് പാത്രമാകും, മരണം ജീവിതത്തോടുകൂടി അവസാനിക്കുന്നില്ല, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ ഹിസാബുണ്ട്, കിതാബുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് പറയുന്നതിനാണ് അംറുൻ ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ. ഇത് അവിടെയുള്ള മദാമ്മമാരോട്, സായിപ്പമാരോട് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, അതിന് അവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ഞാൻ ശരിവെക്കും.
അത് നടക്കുന്നുണ്ടോ? നടന്നാൽ വിവരം അറിയും. കാരണം അവിടുത്തെ ഭരണാധികാരികൾ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിമാർ, ഫ്രഞ്ച് പ്രസിഡന്റുമാർ വ്യക്തമായി പറഞ്ഞൊരു സംഗതി ഉണ്ട്: ഇസ്ലാമിനോട് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല, ഇസ്ലാമിനോട് ഞങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല, ഇസ്ലാമിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, മുസ്ലിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഇസ്ലാം രണ്ടുണ്ട്. അതിലൊന്ന് ഏതാണ്? ഒന്ന്, അമേരിക്കയിൽ ഒരു പ്രബോധക സംഘം ചെന്നിറങ്ങിയത് അതിന്റെ നേതാവൻ എന്നോട് പറഞ്ഞതാ. ഇപ്പോഴല്ല, 35 കൊല്ലം മുമ്പ് കുവൈത്തിൽ കേരളത്തിൽ നിന്ന് വന്ന ഒരു സംഘത്തിന്റെ നേതാവ്, അറിയപ്പെടുന്ന ആളാണ്. ഞങ്ങൾ അമേരിക്കയിൽ പോയി, വലിയ പെരുമ പറയും. ഞങ്ങൾ അവിടെ വിമാനത്തിൽ ചെന്നിറങ്ങിയപ്പോൾ CIA ഞങ്ങളെ പിന്നാലെ CID-മാരെ വിട്ടു. എന്താണ് ഇവർ ചെയ്യുന്നത്? കാരണം താടിയും തലപ്പാവും പിന്നെ പെട്ടിയും പ്രമാണവും എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ആഴ്ചകളോളം കറങ്ങി അടിച്ചിട്ട് CIA റിപ്പോർട്ട് കൊടുത്തു. ഇവരെ കുറിച്ചൊന്നും പേടിക്കാനില്ല. ആകാശത്തിന് മേലെയും ഭൂമിക്ക് ചുവടെയുമുള്ള കാര്യങ്ങൾ മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഒരു രാജ്യദ്രോഹ പ്രവർത്തനവും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അനുവാദം കൊടുത്തു. ഈ ഇസ്ലാം അത് മോസ്റ്റ് വെൽക്കം. എന്നാ പരിശുദ്ധ ഖുർആൻ ഈ ഭൂമിക്ക് മുകളിലും ആകാശത്തിന് ചുവട്ടിലും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ഹറാമാണ്, എന്തൊക്കെ ഹലാലാണ് എന്നാ പഠിപ്പിക്കുന്നത്. ഇവിടെ എങ്ങനെ ജീവിക്കണം എന്നാ പഠിപ്പിക്കുന്നത്. അത് പറയുമ്പോൾ സബുൽ മുബിഖാത്ത് ചെയ്യുന്നവർ, മുൻകറാത്തുകൾ ചെയ്യുന്നവരെ വിരോധിക്കേണ്ടി വരും. അതുപോലെ തന്നെ അല്ലാഹു തആലാന്റെ കൽപ്പന ഒന്നാമതായി ഈമാൻ കൈക്കൊള്ളുക എന്നതാണ്. മൂമിനാകുക, അള്ളാഹുവിൽ വിശ്വസിക്കാൻ കൽപ്പിക്കേണ്ടി വരും. പിന്നെ തുടർന്നുള്ളത് കൽപ്പിക്കേണ്ടി വരും. ഇത് ചെയ്യുന്നവരാണ് ഇവിടെ വിജയികൾ എന്ന് പറഞ്ഞത്. ഇത് ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തേതാ പറഞ്ഞത്, ഫൈലം യസ്തതി ഫബിലിസാനി, നാവ് കൊണ്ട്, ഫമല്ലം യസ്തതി, അതിനും കഴിഞ്ഞില്ല എന്ന് വരികയാണെങ്കിൽ, ഫബി ഖൽബിഹി, ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം, വദാലിക അദ്അഫുൽ ഈമാൻ, അത് ദുർബലമായ ഈമാനാകുന്നു. അപ്പോൾ പാശ്ചാത്യ ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവർ ഒരു ദുർബലമായ ഈമാനെങ്കിലും അവർക്ക് ഉണ്ടാവണമെങ്കിൽ, കാത്തു സൂക്ഷിക്കണമെങ്കിൽ, ഈ മദാമ്മമാരും സായിപ്പന്മാരും ജീവിക്കുന്ന ജീവിതത്തോട് അവർക്ക് ഹൃദയത്തിൽ വെറുപ്പെങ്കിലും ഉണ്ടാവണം. ഈ ഭരണാധികാരികൾ ലോകത്ത് തെമ്മാടിത്തം അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ, മുസ്ലിം സമൂഹത്തെ കൊല്ലാക്കൊല, പെണ്ണുങ്ങളെയും കുട്ടികളെയും പോലും കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അരുത് എന്ന് പറയുന്നതിന് സാധിക്കുകയില്ലെങ്കിൽ ചുരുങ്ങിയത് അവരെ വെറുക്കുകയെങ്കിലും വേണം. എന്നിട്ട് പറയാണ് അവിടെ നല്ല സ്വാതന്ത്ര്യ. അവരുടെ സ്വാതന്ത്ര്യം ഖുർആൻ കൽപ്പിച്ചത് പ്രകാരമുള്ള ഈമാനും ഇസ്ലാമും അനുസരിച്ച് അവിടെ ജീവിക്കാത്തത് കൊണ്ടാണ്. എന്ന് ജീവിക്കാൻ ആരംഭിക്കുന്നുവോ അന്ന് ആ സ്വാതന്ത്ര്യം അവസാനിക്കും. അവസാനിച്ചിട്ടുണ്ട്, അവസാനിച്ചവരുണ്ട്. കാറ്റിന്റെ ഗതി അനുസരിച്ച് അതൊക്കെ അവസാനിപ്പിച്ച് അവിടെ നല്ല ജോലിയുണ്ട്, നല്ല സൗകര്യമുണ്ട്, ജോലിക്ക് നല്ല ശമ്പളമുണ്ട്, നല്ല ലിവിങ് സ്റ്റാൻഡേർഡാണ്, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങ് ജീവിച്ചു കളയാം എന്ന് തീരുമാനിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ തീരുമാനിച്ചോട്ടെ. പക്ഷെ ഒരു വർത്താനം അവർ പറയരുത്. എന്ത്? ഇവിടെ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വലിയ സ്വാതന്ത്ര്യമാണ് എന്ന വർത്താനം പറയത് അത് പച്ചക്കള്ളമാണ് എന്ന് ഈ അല്ലാഹുവിന്റെ കിതാബിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പാശ്ചാത്യ ലോകം പ്രത്യേകം എടുത്തു പറയാൻ കാരണം അവരങ്ങനെ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഇതിൽ പല രാജ്യങ്ങളിലും ഈ വർത്തമാനം പറയുന്നവരുണ്ട്. ഇന്ത്യയിലുണ്ടല്ലോ, ഇന്ത്യയിൽ ഇവിടെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയുന്ന മൗലാനമാരുണ്ട്. അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ നീങ്ങുന്നില്ല. അപ്പൊ നമുക്ക് ഇരുലോക വിജയം ഭരിക്കണമോ, കുറച്ച് റിസ്ക് എടുക്കേണ്ടി വരും. ഈ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്നത് ചെയ്യുമ്പോൾ നല്ല കഷ്ടപ്പാട്, ആപത്ത്, ജയിലറുകളൊക്കെ വേണ്ടി വരും. അതിനെല്ലാമുള്ള സന്നദ്ധതയോട് കൂടി മുന്നോട്ട് പോകുന്നവർക്കാണ് അല്ലാഹു തആല ഈ പറഞ്ഞ, ഇത് കേവല മുസ്ലിം സമൂഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഈ മുസ്ലിം സമുദായത്തിൽ ഈ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ എന്ന ദൗത്യം ഏറ്റെടുക്കുന്നവരെ കുറിച്ചാണ്.
അങ്ങനെ ഒരു വിഭാഗം ഈ മുസ്ലിം സമുദായത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത്. വലാ തകൂനു, രണ്ടായത്തും കൂടെ വീഴ്ചുകൊണ്ട് അവസാനിപ്പിക്കും. വലാ തകൂനു കല്ലദീന തഫറഖു. ആദ്യം പറഞ്ഞു നിങ്ങളിൽ നിന്നൊരു വിഭാഗം ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞു വലാ തകൂനു കല്ലദീന തഫറഖു, നിങ്ങൾ ആവാൻ പാടില്ല. എങ്ങനെ? ഭിന്നിച്ചവരെ പോലെ. വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ സന്മാർഗ സന്ദേശം വന്നെത്തിക്കഴിഞ്ഞ ശേഷം ഭിന്നിച്ചു പോവുകയും ചെയ്തവരെ പോലെ. അതാരാണ്? ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ്. അവർ വഴികേടിലാവാൻ കാരണം, തൗഹീദിൽ നിന്ന് ത്രിയേകത്വത്തിലേക്ക് അവർ ഭിന്നിച്ചു പോകാൻ കാരണം തൗഹീദിന്റെ സന്ദേശം അവർക്ക് കിട്ടാത്തത് കൊണ്ടല്ല, വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെടാത്തത് കൊണ്ടല്ല, മൂസാ നബിയും ഈസാ നബിയും അവരിൽ വരാത്തത് കൊണ്ടല്ല. അതുപോലെ ഏതെല്ലാം കാര്യത്തിൽ അവർ ഭിന്നിച്ചിട്ടുണ്ടോ എല്ലാം തന്നെ അവർക്ക് യഥാർത്ഥ സന്ദേശം ലഭിക്കാത്തത് കൊണ്ടല്ല, ഇൽമ് കിട്ടാത്തത് കൊണ്ടല്ല, മറിച്ച് അവർ സന്മാർഗം ലഭിച്ചു കഴിഞ്ഞ ശേഷം ഭിന്നിച്ചത് കൊണ്ടാണ് ആ വിഷയത്തിൽ. അതേ അവസ്ഥ നമുക്കുണ്ടാവും. ഈ ഖുർആൻ നമുക്ക് ലഭിച്ചു, പക്ഷെ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ഖുർആന്റെ കൽപ്പനക്ക് വിപരീതമായ കാര്യങ്ങൾ നാം അനുവർത്തിക്കുകയാണെങ്കിൽ നാവും ഭിന്നിക്കും. ഉലൈക ലഹും അദാബുൻ അളീം, അവർക്കാണ് വമ്പിച്ച ശിക്ഷയുള്ളത്. യൗമ തബിയദ്ദു വുജൂഹുൻ, എന്നാണ് ഈ ശിക്ഷ? യൗമ തബിയദ്ദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ പ്രസന്നമാകുകയും ചില മുഖങ്ങൾ കരിവാളിച്ചു പോവുകയും ചെയ്യുന്ന ദിവസത്തിലാണത്. ഈ മുഖം പ്രസന്നമാകുക, കരിവാളിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ അഭിമുഖീകരിക്കുന്ന കഷ്ടപ്പാട്, യാതനകൾ, വേദനകൾ, ഇതെല്ലാം അയാളുടെ മുഖത്ത് പ്രസരിക്കും. മുഖത്ത് അത് പ്രതിഭവിക്കും. എന്നതുപോലെ ഒരാൾ നല്ല സന്തോഷത്തിലാണ്, ഒരാൾ നല്ല ആനന്ദത്തിലാണ്, അദ്ദേഹത്തിന്റെ മുഖത്ത് അത് കാണാൻ സാധിക്കും. അങ്ങനെ ചില മുഖങ്ങൾ പ്രസന്നമാകുകയും ചില മുഖങ്ങൾ കരുവാളിച്ചു പോവുകയും ചെയ്യുന്ന ദിവസത്തിലാണത്. അവരോടൊന്ന് ചോദിക്കപ്പെടും, അകഫർതും ബഅദ ഈമാനിക്കും, നിങ്ങൾക്ക് ഈമാൻ ലഭിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾ സത്യനിഷേധികളായി പോയോ? സത്യവിശ്വാസം, സത്യസന്ദേശം ലഭിച്ചിട്ട് വീണ്ടും നിങ്ങൾ സത്യനിഷേധം കൈക്കൊണ്ടില്ലയോ? ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, ആ സത്യനിഷേധം കൈക്കൊണ്ടതിൻ ഫലമായി ഇന്ന് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക. വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും, എന്നാൽ മുഖം പ്രസന്നമായ, മുഖം വെളുവെളുത്തവർ, ഫഫീ റഹ്മത്തില്ലാഹ്, അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലായിരിക്കും. ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ കാരുണ്യ ഭവനമായ സ്വർഗത്തിൽ നിന്ന് അവർ പുറത്തു പോകുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. അതിലവർ ശാശ്വതവാസികളായിരിക്കും. തിൽക ആയാത്തുല്ലാഹി നത്ലുഹാ അലൈക ബിൽ ഹഖ്, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ വേദസൂക്തങ്ങൾ, താങ്കൾക്കിത് സത്യസമേതം നാം ഓതി കേൾപ്പിക്കുന്നു, നാം അവതരിപ്പിക്കുന്നു. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകരുടെ ദുൽമുകളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന്, പാപകർമ്മങ്ങളിൽ നിന്ന് ഒരിക്കലും അശ്രദ്ധനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലോകരോട് അനീതി പ്രവർത്തിക്കുകയില്ല, ദുൽമ് ചെയ്യുകയില്ല. അപ്പോൾ ഒരു വിഭാഗത്തിന്റെ മുഖം പേടിയാൽ, ഖേദത്താൽ, വ്യസനത്താൽ കരുവാളിച്ചു പോകുന്നുവെങ്കിൽ, അവർ ശിക്ഷ അനുഭവിക്കുന്നുവെങ്കിൽ, അല്ലാഹു തആല അവരോട് അനീതി പ്രവർത്തിക്കുന്നതല്ല, അവരെ ദുൽമ ചെയ്യുന്നതുമല്ല, അവരുടെ സ്വന്തം കർമ്മഫലമാണ്, അവരുടെ ജീവിതത്തിന്റെ അനന്തര ഫലമാണ് അവർ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ഇരുലോക വിജയം വരിക്കുന്ന ശാശ്വതമായ സ്വർഗലോകത്തിൽ ജീവിക്കുന്ന സൗഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗലോകത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم
صلى الله تعالى وسلم على خير خلقه النبي الأمي وعلى آله وصحبه وسلم. ഇനി അടുത്ത വെള്ളിയാഴ്ച ജെൻസിന്റെ ഖുർആൻ പാരായണ മത്സരമായിരിക്കും. രാവിലെ അല്ല, രാത്രിയാണ് മത്സരം. അത് കഴിഞ്ഞാൽ പിറ്റത്തെ വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമ്മുടെ ആശയ വിവരണ ക്ലാസ് ഉണ്ടായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.